ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റെയിൻബോ പ്ലാനർ എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു ട്രാവലിംഗ് വ്ലോഗാണ്. ഒരുപാട് നാളായി പോകണമെന്ന് വിചാരിച്ചിരുന്ന ഒരു സ്ഥലമാണ്, വേറെ ഒരിടമല്ല, ആലപ്പുഴയാണ് കേട്ടോ. അപ്പോൾ ആലപ്പുഴയിൽ എനിക്ക് മെയിനായിട്ട് ഫുഡ് എക്സ്പ്ലോർ ചെയ്യണം. അത് മാത്രമല്ല അവിടുത്തെ ബോട്ടിംഗ് ആണ് കേട്ടോ. ഹൗസ് ബോട്ടിങ്ങിൽ പോകുന്നതിനേക്കാളും എനിക്ക് താല്പര്യം ശിക്കാരി ബോട്ടുണ്ടല്ലോ, അതിൽ പോകാനാണ് കേട്ടോ. പെട്ടെന്ന് തീരുമാനിച്ചതാണ്. ആദ്യം നമ്മൾ വിചാരിച്ചിരുന്നത് ഈ സ്ഥലത്തല്ല. ഒരു രാത്രി കൊണ്ട് തീരുമാനങ്ങളൊക്കെ ഒന്ന് മാറ്റി മറിഞ്ഞതാണ് കേട്ടോ. അത്രയ്ക്ക് ഞാൻ പക്ഷേ പോകണമെന്ന് ഒരുപാട് മനസ്സിൽ ആഗ്രഹിച്ചതുണ്ടാവാം, അതെനിക്കെല്ലാം ഒത്തുചേർന്ന് വന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യമേ ഇക്കാലത്ത് പറഞ്ഞു, ഒരു യാത്ര കൊണ്ടേ ട്രിപ്പായിരുന്നാലും എനിക്ക് ആലപ്പുഴ പോകാനാണ് താല്പര്യമെന്ന്. ഇത് പറയാൻ തുടങ്ങിയിട്ട് ഏകദേശം 4 വർഷമായി. അങ്ങനെ ഒത്തിരി ആഗ്രഹിക്കുന്നത് എനിക്ക് എങ്ങനെയെങ്കിലും കുറച്ച് താമസിച്ചായിരുന്നാലും കിട്ടാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് രാവിലെ 5:30 മണിക്കാണ് ഇറങ്ങിയത് കേട്ടോ. ഒരു ചായ കുടിയൊക്കെ കഴിഞ്ഞ് പെട്രോളൊക്കെ അടിച്ചിട്ട് നേരെ പോകുന്നത് കുട്ടനാടാണ് കേട്ടോ. അവിടെ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്. ഒരു ഭക്ഷണം ഒന്നും ഞാൻ ഇപ്രാവശ്യം തയ്യാറാക്കാനായിട്ട് നിന്നില്ല. എല്ലാം ഫുൾ 3 നേരത്തെയും ഭക്ഷണം പുറത്തു നിന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഇക്കടെ ഒരു കൂട്ടുകാരൻ തന്നെ പറഞ്ഞ ഒരു ചെറിയൊരു കടയിലേക്കാണ് പോകുന്നത് കേട്ടോ. തീരെ ചെറുതൊന്നുമല്ല, ആറ്റുമുഖം എന്ന് പറയുന്നത് എല്ലാവർക്കും സുപരിചിതമായ ഒരു സ്ഥലമാണ് കേട്ടോ, ആറ്റുമുഖം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അതിൻ്റെ തൊട്ട് മുമ്പിൽ കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഒരു ചെറിയ ബിൽഡിങ് പോലെ ഇരിക്കുന്നില്ലേ, അതിൻ്റെ തൊട്ട് ഇപ്പുറത്താണ്. അപ്പോൾ അത് എല്ലാവർക്കും അറിയാമായിരിക്കും. യൂട്യൂബിലൊക്കെ ഒരുപാട് ആൾക്കാർ ഈ സ്ഥലത്തെക്കുറിച്ച് ഒരുപാട് പ്രശസ്തരായിട്ടുള്ള ഒരുപാട് യൂട്യൂബേഴ്സൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കണ്ടില്ലേ, നല്ല വെറൈറ്റി ആയിട്ടുള്ള കറികളുണ്ട് കേട്ടോ. മീനിൻ്റെത്, അതുപോലെ തന്നെ താറാവ്, അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. അത് നമ്മൾ ഇവിടെ കിച്ചണിൽ കൊണ്ടുവന്ന് നമുക്ക് ആവശ്യമുള്ള കറി എന്താണോ ആവശ്യം നമ്മളത് പറഞ്ഞാൽ മതി, അതവർ ഇവിടെ നിന്നെടുത്ത് തരും കേട്ടോ, ചൂടോടെ. അപ്പോൾ നമ്മൾ പോയി സെലക്ട് ചെയ്ത് കുറച്ച് ഭക്ഷണങ്ങൾ വാങ്ങിയായിരുന്നു. അപ്പോൾ ഒരുപാട് കാലമായിട്ട് കഴിക്കണമെന്ന് ആഗ്രഹിച്ച ഒന്നായിരുന്നു താറാവ് കറി കേട്ടോ. കൊള്ളായിരുന്നു, ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മളവിടെ നിന്ന് വാങ്ങി. ഇപ്പോൾ ഇതിങ്ങനെ എനിക്ക് കൂടുതൽ ഇങ്ങനെ മീൻ കൂട്ടാനോടാണ് താല്പര്യം. എന്ന് വെച്ചാൽ നമ്മുടെ ആലപ്പുഴയിലെ മീൻ കൂട്ടാൻ ഒരു പ്രത്യേക ടേസ്റ്റും എരിവും ഉണ്ട് കേട്ടോ. അതിൻ്റെ കളർ എനിക്ക് കാണുമ്പോഴേ കഴിക്കാൻ തോന്നും. അങ്ങനെ നമ്മൾ പൈസ നോക്കിയില്ല, നമുക്ക് പറ്റുന്ന മാക്സിമം കുറച്ച് ഫുഡ് ഐറ്റംസൊക്കെ വാങ്ങി കേട്ടോ. അപ്പോൾ നല്ല വൈബാണ് കേട്ടോ. ഒരുപാട് ഒരു AC ഉണ്ട്, നോൺ AC ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ എവിടെ വേണമെങ്കിലും നമുക്ക് പോകാൻ പറ്റും. നമ്മൾ AC-ലോട്ടൊന്നും കയറിയില്ല കേട്ടോ. സാധാരണ കണ്ടില്ലേ, ബാമ്പു കൊണ്ട് ചെയ്ത ഒരു ചെറിയൊരു ടെൻറ്റ് പോലെയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. എനിക്ക് ഇവിടെയാണ് ഇഷ്ടപ്പെട്ടത്. ഞാൻ സെലക്ട് ചെയ്തതാണ് ഇതിൽ കയറിയത് കേട്ടോ. അപ്പോൾ അവിടുത്തെ ഫുഡ് കൊള്ളായിരുന്നു. പിന്നെ മോൾക്ക് വരുന്ന വഴിക്ക് ഒരു മസാല ദോശ വാങ്ങിക്കൊടുത്തു. എന്നിട്ടും നമുക്ക് കഴിക്കണമല്ലോ, അതുകൊണ്ട് അവളെ കൊണ്ടിറക്കി. പക്ഷെ അവൾക്ക് കൊടുത്തിട്ട് അവൾ കഴിച്ചില്ലായിരുന്നു കേട്ടോ. എൻ്റെ മോളാണെങ്കിൽ കഴിച്ചത് ഈ കണവേണ്ടല്ല, അതും പിന്നെ താറാവിൻ്റെ ഇറച്ചിയും കുറച്ചേ കഴിച്ചുള്ളൂ കേട്ടോ. അപ്പോൾ താറാവാണെന്ന് അറിഞ്ഞുകൂടാതെ അവൾ കഴിച്ചതാണ് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് അവൾ കഴിച്ചിട്ടില്ല. അങ്ങനെ നല്ല രീതിയിൽ ഒരു ഫുഡായിരുന്നു രാവിലെ. പിന്നെ ഒരു കപ്പയും വാങ്ങി, ഒരു പ്ലേറ്റ് കപ്പയും വാങ്ങി. അപ്പം പിന്നെ കള്ളപ്പം നമ്മൾ കഴിച്ചില്ല കേട്ടോ, വാങ്ങിയതേ ഉള്ളൂ, കഴിച്ചില്ല. അപ്പമാണ് നമ്മൾ കഴിച്ചത്. പിന്നെ കപ്പയും മീൻ കൂട്ടാനും. അങ്ങനെ കൊള്ളായിരുന്നു. നല്ല ഒരു പ്രഭാത ഭക്ഷണമായിരുന്നു. മോള് ഞാൻ പറഞ്ഞതുപോലെ അപ്പം എടുത്തില്ല. മോനും ഞാനും എൻ്റെ ഇക്കായും വയറ് വീക്കി നന്നായിട്ട് കഴിച്ചു. കാരണം രാവിലെ 5:30 മണിക്ക് ഇവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ. അങ്ങനെ എൻ്റെ ഇഷ്ടത്തിനാണ് കേട്ടോ ഈ കപ്പ വാങ്ങിയത്. കപ്പയും മീൻ കൂട്ടാനും ഇത് നല്ല ഇഷ്ടമാണ് കേട്ടോ. മീൻ കറിയും കപ്പയായിട്ട് കഴിക്കാൻ
നന്നായിട്ട് വെന്തുടഞ്ഞ കപ്പയായതുകൊണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഇതൊക്കെയായിരുന്നു ഭക്ഷണം. നല്ല ലാവിഷായിട്ട് കഴിച്ചു. മനസ്സും നിറഞ്ഞു, വയറും നിറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ അവിടെ നിന്ന് നേരെ ഈ ആറ്റുമുഖം എന്ന് പറയുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള വയലാണ് കേട്ടോ. കുറച്ച് സമയം മക്കളെ അവിടെ നിർത്തി അതൊക്കെ ഒന്ന് കണ്ടു നിന്ന് കേട്ടോ. അപ്പോൾ ഈ വയലിൻ്റെ അക്കരെ ഒരു ഏകദേശം നടുക്ക് ഭാഗത്തായിട്ട് ഒരു വീടുണ്ടായിരുന്നു കേട്ടോ. അത് വീടാണോ അല്ല ഈ കൃഷി ചെയ്യുന്നവർക്ക് താമസിക്കാൻ വേണ്ടിയുള്ള ചെറിയ പണ്ടൊക്കെ ബണ്ട് പോലെ കെട്ടിയിട്ട് അവിടെ ചെറിയതായിട്ടൊരു ഷീറ്റൊക്കെ വെച്ച് കെട്ടുമല്ലോ, പണ്ട് എനിക്കറിയാം. അങ്ങനത്തെ എന്തെങ്കിലുമാണോ എന്നറിയില്ല, പക്ഷെ അവിടെ ആളുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കണ്ട് കുറച്ച് സമയം നിന്നു. പിന്നെ അവിടെ നേരെ ആലപ്പുഴയിലാണ് പോയത് കേട്ടോ. ആലപ്പുഴയിൽ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഈ ഷിക്കാരി ബോട്ടിൽ കയറാനാണ് താല്പര്യം. ഹൗസ് ബോട്ടിൽ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, കയറാൻ പറ്റാത്തതും കൊണ്ടല്ല. നമ്മൾ 4 പേര് മാത്രമേ ഉള്ളൂ, ഞാൻ എൻ്റെ ഇക്കായും 2 മക്കളും. അപ്പോൾ നമുക്ക് ഇത് തന്നെ ധാരാളം കേട്ടോ. കാരണം ഫുഡ് നമ്മൾ പുറത്തു നിന്ന് വാങ്ങി കഴിച്ചു. പിന്നെ ഈ ബോട്ടിൽ ഭക്ഷണം വാങ്ങിച്ച് കഴിക്കുന്നതിനേക്കാളും കുറേ ടൈം അങ്ങനെ അതിൽ സ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും ഇതാകുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ബോട്ടിൽ കയറി എന്നുള്ള ഒരു ഇതുമായി ഭക്ഷണം നമുക്ക് വെറൈറ്റി ആയിട്ട് ആസ്വദിച്ച് കഴിക്കാനും പറ്റും എന്നുള്ളൊരു തോട്ടിലാണ് ഷിക്കാരി ബോട്ടിൽ കയറി. അതുമാത്രമല്ല, എനിക്ക് ഈ ജമ്മു കാശ്മീരിലെ ഷിക്കാരി ബോട്ടൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ആ യാത്രകളെക്കുറിച്ചൊക്കെ ഉള്ള വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട്. വെച്ചാൽ ട്രാവലിംഗ് വീഡിയോസ് ഒരുപാട്. അത് അന്യ രാജ്യങ്ങളായിരുന്നാലും നമ്മുടെ നാട്ടിലുള്ളതായിരുന്നാലും ഇന്ത്യക്കകത്തുള്ള സ്ഥലങ്ങളായിരുന്നാലും ഞാൻ കാണാറുണ്ട്. എനിക്ക് അങ്ങനെയുള്ള വ്ളോഗുകളൊക്കെ കാണാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ, ട്രാവലിംഗ് വ്ളോഗുകളൊക്കെ കാണാൻ. അപ്പോൾ ഞാൻ അപ്പോഴും മനസ്സിൽ വിചാരിച്ചതാണ്, ആലപ്പുഴയിൽ പോയാൽ ഷിക്കാരി ബോട്ട് ചെയ്യാൻ എടുക്കണം. പക്ഷെ അത് എൻ്റെ ഇക്കാക്ക് അറിയില്ല, എൻ്റെ മനസ്സിന് ആഗ്രഹത്തിന് അനുസരിച്ച് അത് ഒത്തു വന്നു എന്ന് പറയുന്നതാണ് കറക്റ്റ് കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ഇരിക്കാം, കിടക്കണമെങ്കിൽ കിടക്കാം, നമുക്ക് ഇത്തിരി മുകളിൽ കയറി ഇരിക്കണമെങ്കിൽ ഇരിക്കാം. നമ്മൾ 4 പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 4 പേർക്ക് ഒരു ഹൗസ് ബോട്ട് എടുക്കുന്നത് വളരെ നഷ്ടമാണ് കേട്ടോ. അത് എടുത്തവർക്ക് അറിയായിരിക്കും. എൻ്റെ ഫ്രണ്ട്സ്, ഇക്കാടെ ഫ്രണ്ട്സ്, ഇക്കാടെ ബന്ധുക്കൾ, എൻ്റെ ബന്ധുക്കൾ, അങ്ങനെ കുറേ ആൾക്കാരൊക്കെ പോയി അവരുടെ അനുഭവങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ 1 2 ഫാമിലി കൂടെ ചേരുമ്പോൾ അങ്ങനെ ഒന്നെടുത്ത ഹൗസ് ബോട്ട് എടുത്താലും നമുക്ക് അത് ലാഭമാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് 4 പേർക്കും ഇത് തന്നെ ധാരാളം. നന്നായിട്ട് സുഖമായിട്ടിരുന്ന് എല്ലാ കാഴ്ചകളും കണ്ടു കേട്ടോ. ഒത്തിരി എന്തെല്ലാം സൈസിൽ ഹൗസ് ബോട്ടുകളുണ്ടെന്ന് അറിയാമോ? AC അല്ല, നോൺ AC അല്ല, എന്തൊക്കെ വേണോ ഭക്ഷണങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പാക്കേജ് വരെയെല്ലാം ഉണ്ട്. പിന്നെ ഗവൺമെൻറ്റിൻ്റെ ബോട്ട് ഓടുന്നുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് അതിശയം തോന്നിയതാണ്, കണ്ടില്ലേ ഫ്രണ്ടിൽ ഒരു ബോട്ടിൽ, ഹൗസ് ബോട്ടിലെ ബേക്കിൽ കിച്ചൻ്റെ ഭാഗത്തായിട്ട് 2 3 ചട്ടികളിൽ ചെടി വെച്ചിരിക്കുന്നു. അങ്ങനെ ഞാൻ 2 3 5 6 ബോട്ടുകളിലൊക്കെ കണ്ടു കേട്ടോ. നമ്മുടെ ഇങ്ങനെ ഹാങ്ങിങ് പ്ലാന്റ്സുകളൊക്കെ ഹാങ്ങിങ് പോട്ടിൽ തൂക്കിയിട്ടിരിക്കുന്നത്, അതൊക്കെ കാണാനൊക്കെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഞാൻ അതൊക്കെ ആസ്വദിച്ചു. അത് മാത്രമല്ല ഞാൻ ശ്രദ്ധിച്ചത്, ആലപ്പുഴയിലെ ഓരോ വീടുകൾക്ക് ഫ്രണ്ടിലും ഒന്നുകിൽ പേരയ്ക്ക, അല്ലെങ്കിൽ മാങ്ങ, അതും അല്ലെങ്കിൽ നമ്മുടെ ഞാവൽപ്പഴം, ഇതിലേതെങ്കിലും ഒന്ന്, തെങ്ങ്, ഏതെങ്കിലും ഒന്ന് ഓരോ വീടിൻ്റെ മുമ്പിലുണ്ടായിരിക്കും. അതുമാത്രമല്ല കുടംപുളി നിൽക്കുന്നതാണ്. കുടംപുളിയൊക്കെ നമുക്കിവിടെ ഉള്ളത് കുറച്ച് വലിയ ഉപ്പുളിയിൽ, പക്ഷേ ഇത് ചെറിയ കുടംപുളികളൊക്കെ നിൽക്കുന്നതാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ചക്ക, മാങ്ങ, വാഴ, എന്തൊക്കെ വേണം എല്ലാം അവിടെയുണ്ട്. അപ്പോൾ എനിക്കിതൊക്കെ കണ്ട് ആസ്വദിച്ച് പോയപ്പോൾ നല്ല സന്തോഷമായി കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ യാത്രകളൊക്കെ നല്ല ഇഷ്ടമാണ്. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ആലപ്പുഴയിൽ പോകണം കേട്ടോ. അപ്പോൾ അവിടുത്തെ ഒരു പ്രത്യേകത എനിക്ക് മനസ്സിലായത്, അവിടെ താമസിക്കുന്ന ആൾക്കാർ ഇതുപോലെ ഈ വെള്ളത്തിൻ്റെ അപ്പുറവും ഇപ്പുറവും വെച്ചാൽ വീടിൻ്റെ അപ്പുറവും ഇപ്പുറവും വെള്ളമാണ്. അവരുടെ ജീവിത മാർഗം എന്ന് പറയുന്നത് ഈ നമ്മുടെ ആലപ്പുഴയിൽ മീൻ പിടിക്കുന്നത്, കക്ക, അതുപോലെ തന്നെ ടൂറിസം, ഇതിനെയൊക്കെ ആശ്രയിച്ചാണ് ആൾക്കാർ കൂടുതലും താമസിക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ അവരുടെ വീട്ടിലെ പാത്രങ്ങളൊക്കെ ഇതുപോലെ അവർക്ക് ഇറങ്ങി വരാൻ പടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അവിടെ കൊണ്ടുവന്ന് തുണി കഴുകുന്നു, പാത്രങ്ങൾ കഴുകുന്നു, ചൂണ്ടയിടുന്നവരുണ്ട്, കക്ക വരുന്നതുണ്ട്. ഇതൊക്കെ ഞാൻ നല്ലതുപോലെ ആസ്വദിച്ചു. പക്ഷേ
ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന സമയത്ത്, ബോട്ടിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന സമയത്ത് ഞാൻ ഈ കാഴ്ചകളൊക്കെ മൊബൈലിൽ പകർത്തിയും തിരിച്ച് പോകുന്ന സമയത്ത് മൊബൈൽ കൈകൊണ്ട് ഞാൻ തൊട്ടില്ല. എല്ലാ കാഴ്ചകളും നന്നായിട്ട് ഞാൻ കണ്ട് ആസ്വദിച്ചാണ് വന്നത് കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൽ നമ്മുടെ ശിക്കാരി ബോർഡിൽ 1 മണിക്കൂറത്തേക്ക് 750, അങ്ങനെ 2 മണിക്കൂറാണ് നമ്മളെടുത്തത്. ഒരുപാട് ടൈമൊന്നും നമ്മൾ സ്പെൻഡ് ചെയ്തില്ല. എന്ന് വെച്ചാൽ നമുക്ക് വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഒരുപാട് വൈകി പോകുന്നതും റിസ്ക്കാണ്, രാത്രിയല്ലേ. അതുകൊണ്ട് രാത്രിയാവുമെന്ന് വിചാരിച്ചാണ് നമ്മൾ ടൈം 2 മണിക്കൂർ കണക്കാക്കിയെടുത്തു. പക്ഷെ ധാരാളം കേട്ടോ. നമുക്ക് ഒത്തിരിയൊക്കെ കാണാൻ, നമുക്കൊരാഗ്രഹം തീരാൻ ഈ ഒരു യാത്ര എനിക്ക് സഹായിച്ചു കേട്ടോ. ഞാൻ ഒത്തിരി ആഗ്രഹിച്ച ഒരു യാത്രയായിരുന്നു ആലപ്പുഴയിൽ. ഏതെങ്കിലും ഒരു ബോട്ട് മതി എനിക്ക് കയറി എനിക്ക് കാണുക, ആലപ്പുഴ കാണുക, അവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ണ് കൊണ്ട് എനിക്ക് കണ്ട് ആസ്വദിക്കുക എന്നുള്ളത് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെ എനിക്ക് കിട്ടിയൊരു ഭാഗ്യമാണ് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് സ്ഥലം ഇതേ അല്ലായിരുന്നു. പെട്ടെന്ന് രാത്രി തീരുമാനിച്ച് വന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അത്രയ്ക്ക് സന്തോഷം തോന്നി. എന്ന് വെച്ചാൽ നമ്മൾ വിചാരിച്ചിരുന്ന സ്ഥലം ഏതാണെന്ന് വെച്ചാൽ മൺട്രോ തുരുത്തിൽ പോകാനാണ് നമ്മൾ തയ്യാറെടുത്തിരുന്നത് കേട്ടോ. പിന്നീടാണ് രാത്രി ഇക്കാലം ഒരു കൂട്ടുകാരൻ പറഞ്ഞതനുസരിച്ച് ആലപ്പുഴയിലേക്ക് പോയത്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് മുതൽ തന്നെ ആലപ്പുഴ പോകാൻ തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. ഞാൻ ഇക്കാലത്ത് 1-2 പ്രാവശ്യം പറഞ്ഞിരുന്നു. അപ്പോൾ ഇക്ക പറഞ്ഞു, കുറച്ച് ദൂരമല്ലേ, നമുക്കിവിടെ നിന്ന് അങ്ങ് എത്താൻ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, നമ്മൾ കൊടൈക്കനാൽ വരെ കാറിൽ പോയി നമുക്ക് പിന്നെ ആലപ്പുഴ പോകാനാണ് വലിയ പാട് എന്ന് പറഞ്ഞു. പക്ഷേ എന്തോ ഫ്രണ്ട്സ് പറഞ്ഞപ്പോൾ കേട്ട്. എന്തായാലും ആ ഫ്രണ്ടിനോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഞാൻ ഒത്തിരി ആഗ്രഹിച്ചൊരു യാത്രയായിരുന്നു കേട്ടോ ആലപ്പുഴ. പ്രത്യേകിച്ച് ഈ ബോട്ട് യാത്ര എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. കാരണം ഞാൻ ഒരുപാട് ഇക്കാലത്ത് അറിയാം. 4 വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ ആഗ്രഹിച്ച ഒന്നാണ് ആലപ്പുഴ പോകാൻ, അവിടെ എക്സ്പ്ലോർ ചെയ്യുക. പിന്നെ എനിക്ക് ഹൗസ് ബോട്ടിനേക്കാളും ശിക്കാരി ബോട്ടാണ് കൂടുതലും കംഫർട്ടായിട്ടുള്ളത്. നമുക്ക് ഈ 4 പേർക്ക് ഇരുന്ന് പോകാൻ വേണ്ടി ഇത് മതി. അല്ലാതെ നമുക്കൂടെ 1-2 ഫാമിലി ഉണ്ടെങ്കിലും നമുക്ക് ഹൗസ് ബോട്ട് എടുത്തിരുന്നാലും നഷ്ടമില്ല. ഇത് നമുക്ക് 4 പേർക്ക് വേണ്ടി മാത്രം ഒരു ഹൗസ് ബോട്ടിൻ്റെ ആവശ്യമില്ല. പിന്നെ രാവിലെയുള്ള ഭക്ഷണം പുറത്തുനിന്ന് കഴിച്ചു, ഉച്ചയ്ക്കുള്ള ഭക്ഷണം അതുപോലെ തന്നെ. ഈ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഒരു ഹോട്ടലിൽ ഇറങ്ങി ഊണും പിന്നെ ഒരു തലക്കറിയൊക്കെ വാങ്ങി കഴിച്ചിട്ടാണ് നമ്മൾ യാത്ര തിരിച്ചത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് എന്തോ പറയാനാണ് എനിക്ക് ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് മെയിനായിട്ട് ഇഷ്ടപ്പെടാൻ കാര്യം കണ്ടില്ല, ഇതുപോലെ ഫാമിലികളെല്ലാം ഒരുമിച്ച് അവർക്ക് എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ അവർ വീടിന് ഫ്രണ്ടിൽ ഇറങ്ങിയാൽ മതി കേട്ടോ. ബോട്ടുകൾ പോകുന്നത് കാണാം, ആൾക്കാരെ കാണാം. അതുമാത്രമല്ല, മീൻ പിടിക്കാം. ഞാൻ നോക്കുമ്പോൾ ഓരോ വീടിൻ്റെയും അടുത്ത് കൽപ്പടവുണ്ട് കേട്ടോ. ആ കൽപ്പടവിലിരുന്ന് തന്നെയാണ് അവർ തുണി കഴുകുന്നത്, പാത്രം കഴുകുന്നത്, മീൻ പിടിക്കുന്നത്, കക്ക വാരുന്നത്, വർത്താനം പറഞ്ഞിരിക്കുന്നത്, തുണി അലക്കുന്നത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർ അവിടെ നിന്ന് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം, ഏതൊരു ഞാൻ ടൂറിസ്റ്റ് പ്ലേസിൽ പോയിരുന്നാലും എനിക്ക് ഇഷ്ടപ്പെടാത്ത കുറച്ച് കാര്യങ്ങൾ അവിടെ കാണാറുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിന് തൊട്ട് മുമ്പേ ആരെ ക്ലീൻ ചെയ്തതാണോ എന്നറിയില്ല. പക്ഷെ ഞാൻ നോക്കിയപ്പോഴൊക്കെ അവിടെയായിട്ട് ഫ്രൂട്ടിയുടെ കുപ്പി, ബിയർ കുപ്പി, പ്ലാസ്റ്റിക് കവറുകൾ, നമ്മൾ സ്നാക്സൊക്കെ കഴിച്ചിട്ട് കളയുന്നില്ലേ കവറ്, പേപ്പർ, ഇതെല്ലാം അലക്ഷ്യമായിട്ട് ഈ കായലിൽ തന്നെ വലിച്ചെറിയുന്നു. അത് ഏറ്റവും വലിയൊരു തെറ്റാണ്. നാടിനെ നമ്മളാണ് സംരക്ഷിക്കാനുള്ളത്. നമ്മുടെ കേരളത്തിന് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞിട്ട് ഗോഡ്സ് ഓൺ കൺട്രിയെ നമ്മൾ തന്നെ നശിപ്പിക്കുന്നത് പോലെയാണ്. വളരെ മോശമാണ് കേട്ടോ ആ ഒരു പ്രവൃത്തി. ഇപ്പോൾ ഞാനും എൻ്റെ ഇക്കായും സിപ്പപ്പ്, ഫ്രൂട്ടി അതുപോലെയുള്ള സാധനങ്ങളൊക്കെ പ്ലാസ്റ്റിക്കിൽ വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം വാങ്ങി ഉപയോഗിച്ചിട്ട് അതവിടെ ഉപേക്ഷിച്ചില്ല. ഞാൻ എൻ്റെ ഹാൻഡ് ബാഗിൽ എപ്പോഴും പറയുന്നതാണ്, ഹാൻഡ് ബാഗിൽ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് കളയും. എന്നുവെച്ചാൽ ഹരിതകർമ്മ സേനയ്ക്ക് കൊടുക്കുന്നതാണ് ഞാൻ പതിവ്. ഒരിക്കലും നമ്മൾ പ്ലാസ്റ്റിക്കുകൾ പൊതുസ്ഥലങ്ങളിലായിരുന്നാലും ടൂറിസ്റ്റ് പ്ലേസിലായിരുന്നാലും ഉപേക്ഷിക്കരുത്. അത് ഏറ്റവും വലിയൊരു തെറ്റാണ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് വിജയ് പാർക്കിൽ. ഇവിടെ വിജയ് പാർക്കിൽ ബീച്ച് പാർക്കാണ് കേട്ടോ. വിജയ് ബീച്ച് പാർക്കാണ്. അത് മോൾക്ക് വേണ്ടിയാണ് പോയത് കേട്ടോ. അവൾക്ക്
എന്തെങ്കിലുമൊക്കെ ഒന്ന് കളിക്കണം. അപ്പോൾ നോക്കിയപ്പോൾ ഇവിടെയാണുള്ളത്. പിന്നെ ഇവിടെ ഇറങ്ങി, പക്ഷേ ഭയങ്കരമായ വെയിലാണ്. നമ്മൾ ചുട്ട് പൊള്ളി കരിഞ്ഞു പോകും കേട്ടോ. അത്രമാത്രം നമ്മൾ എത്ര സൺസ്ക്രീൻ ഇട്ടിരുന്നാലും നമ്മളൊന്ന് നല്ല രീതിയിൽ വെയിൽ കൊള്ളും കേട്ടോ. അങ്ങനെ ഒരു കുഴപ്പം മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. കുറേ നേരം ഏകദേശം 1.5-2 മണിക്കൂറോളം അടുപ്പിച്ച് അവിടെ നിന്ന് അവൾ കളിച്ചു. പിന്നെ ഞാനിവിടെയുള്ള ചെടികളെല്ലാം നോക്കിയാണ് കേട്ടോ. മൂത്ത ആൾക്ക് അങ്ങനെ വലിയ പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. അവ അങ്ങനെ ചുറ്റിക്കറങ്ങി നിന്നേ ഉള്ളൂ. പക്ഷേ ഇളയ ആളാണ് നല്ല രീതിയിൽ ആസ്വദിച്ചത് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ ആലപ്പുഴ ട്രിപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മിക്കവാറും എൻ്റെ ട്രാവലിംഗ് വ്ളോഗിനെല്ലാത്തിനും എനിക്ക് നല്ല രീതിയിൽ വ്യൂ ഒന്നും കിട്ടിയിട്ടില്ല. ഇതങ്ങനെയായിരിക്കും, എന്നാലും ഇതെൻ്റെ ഒരു ഓർമ്മയായിട്ടിരിക്കട്ടെ. അങ്ങനെ എല്ലാ യാത്രയും കഴിഞ്ഞ് തിരിച്ച് എപ്പോഴും എനിക്കൊരു ശകുനം പോലെ, നല്ല ഒരു ശകുനമായിട്ട് റെയിൻബോയും കണ്ടു.